NSMC അഥവാ നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിലും അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം, അതിൻ്റെ പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഏതൊരു എക്സാം എഴുതാൻ പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും, ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ നമ്മൾ ആദ്യമേ ആ ഒരു എക്സാം എന്താണ്, എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് വേണം. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് NSMCയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. നിങ്ങൾക്ക് April 17 മുതൽ 20th വരെ ഈ ഒരു ടൈം പീരീഡിൽ ഒരു പ്രീ മോഡൽ എക്സാമിനേഷൻ അവൈലബിൾ ആണ്. പ്രീ മോഡൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ NSMCയുടെ ഒറിജിനൽ എക്സാം നടക്കുന്നത് അതിൻ്റെ ഒരു ഡെമോ എന്നുള്ള രീതിയിൽ അതിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ അതേ സ്റ്റൈലിൽ നിങ്ങൾക്കൊരു പ്രീ മോഡൽ എക്സാം അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു പീരീഡിൻ്റെ അകത്ത് April 17 മുതൽ 20 വരെയുള്ള ഈ ഒരു പീരീഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ഒരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതിന് അതുമാത്രമല്ല അതിൻ്റെ ഉദ്ദേശം, അതിനും അപ്പുറത്തേക്ക് ആ പ്ലാറ്റ്ഫോം എക്സാം എഴുതുന്ന ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും കൂടി നിങ്ങൾ ഫെമിലറൈസ് ആവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾ NSMCക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോട്ട് കിട്ടിയിട്ടുണ്ടാകും. ഇനി ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി April 17 മുതൽ 20 വരെയുള്ള ആ ഒരു പ്രീ മോഡൽ എക്സാം നടക്കും. കഴിഞ്ഞിട്ട് April 19 ഫ്രൈഡേ ഈവനിങ് 5 PM ഒരു ഓറിയൻറ്റേഷൻ സെഷൻ വെക്കുന്നുണ്ട്. ഓൺലൈൻ ആയിക്കൊണ്ട് തന്നെ ഒരു ഓറിയൻറ്റേഷൻ സെഷൻ. ഈ സെഷൻ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അതിൽ ലാസ്റ്റ് നിങ്ങൾ എക്സാമിന് തൊട്ട് മുമ്പേ ആയിക്കൊണ്ട് എന്തൊക്കെയാണ് എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഒരു ഫൈനലായിട്ട് പറഞ്ഞു തരുന്ന, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരിക്കും. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുത്. April 19 5 PM ഓറിയൻറ്റേഷൻ സെഷൻ. അടുത്തൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് April 20 നമ്മളൊരു മോഡൽ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ആദ്യം നടത്തിയിരുന്നത് പ്രീ മോഡലാണ്, ഇതൊരു മോഡൽ എക്സാമിനേഷനാണ്. 20th midnight വരെ ആ ഒരു എക്സാമിനേഷൻ അവൈലബിൾ ആയിരിക്കും. ആ എക്സാം ഒന്നും കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പോൾ അതും മിസ് ചെയ്യരുത്. വീണ്ടും നിങ്ങൾ പ്ലാറ്റ്ഫോമുമായിട്ടും ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ ഫെമിലിയർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ആൻഡ് ഫൈനലി April 21 നമ്മുടെ NSMCയുടെ ഒറിജിനൽ എക്സാം ഫൈനൽ എക്സാമിനേഷൻ നടക്കാൻ പോവാണ്. മോർണിംഗ് 10 AM മുതൽ ഈവനിങ് 6 PM വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈം പീരീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇനി ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജനറൽ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആയിരിക്കും. അതായത് മാത്തമാറ്റിക്സിൽ നിന്ന് 8, ഫിസിക്സിൽ നിന്ന് 8, കെമിസ്ട്രിയിൽ നിന്ന് 8, ബയോളജിയിൽ നിന്ന് 8 ആൻഡ് മാത്തിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ്. എല്ലാത്തിൽ നിന്നും 8 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 5th 6th 7th ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നും ഉണ്ടാവില്ല, അവർക്ക് സയൻസ് എന്നാണ് ജനറലി പറയുക. സോ ആ രീതിയിലായിരിക്കും വരിക. എനിവേ 40 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാം. ഈ 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ളത് 15 minutes ആണ്. ഓക്കെ, അപ്പോൾ 1 minute ആൻഡ് കുറച്ച് ടൈമാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും, നന്നായിട്ട് ടൈം ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ആ ടൈമിൻ്റെ അകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല, നോ പ്രോബ്ലം. കാരണം നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണ്, മാത്സിലോ മറ്റൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കും, അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ടൈമിൻ്റെ അകത്ത് 50 minutesൻ്റെ അകത്ത് ആ 40 ക്വസ്റ്റ്യൻസിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിനി ഒരുപാട് എക്സാമുകൾ എടുത്ത് നോക്കുക. മത്സര പരീക്ഷകൾ ഏതായാലും അത് ഇങ്ങനെ തന്നെയായിരിക്കും, ടൈം ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് വേറെ മാൽ പ്രാക്ടീസസിനോ വേറെ എവിടെയെങ്കിലും ബുക്ക് നോക്കാനോ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈമാണ് വേസ്റ്റ് ആവുക. കാരണം ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ മാൽ പ്രാക്ടീസസ് നടത്തി വേറെ എവിടെയെങ്കിലും നോക്കുന്ന സമയത്ത് ഈസി ആയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ മിസ്സാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൈം ബൗണ്ടഡ് ആക്കാനുള്ള കാരണം. കറക്റ്റ് ടൈം മാത്രമേ ഓരോ ക്വസ്റ്റ്യനും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരു എക്സാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാം കാര്യങ്ങൾ ഡേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതിൽ കറക്റ്റ് ആൻസറിന് 4 മാർക്സും റോങ് ആൻസറിന് -1 മാർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മിസ്റ്റേക്ക് വന്നാൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ 0 മാർക്കല്ല, -1 മാർക്കാണ്. നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്നൊരു മാർക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക. നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടിയ മാർക്ക് കൂടി മിസ്സാകും എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു എക്സാം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ഡിവൈസും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷനുമാണ്. നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക, ഏതൊരു ഓൺലൈൻ എക്സാം ആണെങ്കിലും എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ്.
കാരണം മൊബൈൽ ഫോൺ ആവുന്ന സമയത്ത് അത് ചെറിയ വിൻഡോ ആയിരിക്കും മൊബൈൽ ഫോണിന് ഉണ്ടാവുക, അല്ലെ ചെറിയ സ്ക്രീനാണ് ഉണ്ടാവുക. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് കോളുകൾ വരാം, അങ്ങനെ മറ്റു പല SMS കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഫോണിൽ. പക്ഷേ മൊബൈൽ ഫോണിന് പകരം നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അതില്ലാത്തവർക്ക് മൊബൈൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പ്രിഫർ ചെയ്യുക ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സോ ആണ്. ഇനി ഇത് ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് വേണം. ഇപ്പോൾ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. കാരണം നമ്മളൊരു മൊബൈൽ ഡാറ്റയൊക്കെയാണ് മൊബൈലിൽ നിന്ന് ഹോട്ട്സ്പോട്ടൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൊബൈലിലുള്ള ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ല, അത് റേഞ്ചിനനുസരിച്ചിട്ട് പല സമയത്തും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സാം ആകുമ്പോൾ ഒരിക്കലും നമ്മൾ ആ റിസ്ക് എടുക്കരുത്. മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മൊബൈൽ ഡാറ്റന് വൈഫൈ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് എടുക്കാം. പക്ഷേ മൊബൈൽ ഡാറ്റ ആകുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ആകുമ്പോൾ അതിനുള്ള ഒരു അൺസ്റ്റെബിലിറ്റി ഉണ്ട്, അത് നിങ്ങളുടെ എക്സാമിനെ ചിലപ്പം ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉറപ്പുവരുത്തുക. ഇൻ്റർനെറ്റ് കണക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എക്സാമിനെ ബാധിക്കും. പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലോ ആയി കഴിഞ്ഞാൽ എക്സാമിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് എന്നുള്ളത് നിങ്ങളെല്ലാവരും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം, ഈ ഒരു എക്സാമിൽ നമ്മൾ ഹൈ സേഫ്റ്റി ഫീച്ചേഴ്സ് ഓൺ ആക്കിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു എക്സാമിൻ്റെ സമയത്ത് ആ എക്സാം വിൻഡോ മാറ്റി വേറെ വിൻഡോയിലോട്ടോ ബാക്ക് അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനോ മറ്റ് ആപ്പുകളിൽ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സാമിൽ നിങ്ങൾക്ക് ഒരു വാർണിംഗ് കിട്ടും. പിന്നീട് അത് എക്സാം ക്ലോസ് ആവും ചെയ്യും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ടാബ് മാറ്റുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സാം വിൻഡോ മിനിമൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ വിൻഡോയിലോട്ടോ ഗൂഗിളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കുക നിങ്ങൾ എന്തോ ഒരു മാൽ പ്രാക്ടീസസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇതിൻ്റെ നമ്മുടെ എക്സാമിൻ്റെ റൂൾസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എക്സാം എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. ഇനി ലാപ്ടോപ്പോ കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കീബോർഡിൽ ഒരുപാട് കീകൾ ഉണ്ടാവും. നിങ്ങൾക്ക് മൗസ് മാത്രമാണ് ഈ എക്സാമിന് ആവശ്യമുള്ളത്. ഓക്കെ, മൗസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, കാരണം ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് അറിയാം. കറക്റ്റ് ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പെൻ ആൻഡ് പേപ്പർ, വൈറ്റ് പേപ്പർ, അതുപോലെ തന്നെ ഒരു പേനയും നിങ്ങൾക്ക് സൈഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ മൗസ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾ ബൈ മിസ്റ്റേക്ക് കീബോർഡിലെ ഏതെങ്കിലും കീസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതും കമ്പ്യൂട്ടർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്തോ ആയിക്കോട്ടെ ഡിവൈസ് മനസ്സിലാക്കുക നിങ്ങൾ എന്തോ ഒരു സംഭവം എക്സ്ട്രാ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് ഈ എക്സാമിന് ആവശ്യമില്ല. നിങ്ങൾ സ്പേസ് ബാറോ അല്ലെങ്കിൽ വേറെ ടാബുകളോ ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം വിൻഡോയിൽ നിന്ന് ആ ഒരു വിൻഡോ മിനിമൈസ് ചെയ്യാനോ വേറെ വിൻഡോയിലോട്ട് പോകാനോ മറ്റേ ആപ്പുകൾ ഓപ്പൺ ചെയ്യാനോ മറ്റൊന്നിനും ശ്രമിക്കരുത്. ബാക്കിയുള്ള ടാബുകളെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു വിൻഡോ മാത്രം, എക്സാമിൻ്റെ വിൻഡോ മാത്രം കീപ്പ് ചെയ്യുക. വേറെ ഒരു ടാബുകളോട് സ്വിച്ച് ചെയ്യരുത്. അൺനെസസറി ആയിട്ടുള്ള വേറെ കീകളോ കാര്യങ്ങളോ ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രീ മോഡൽ എക്സാമും ഒരു മോഡൽ എക്സാമിനേഷനും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ അവസാനം വരരുത്. പ്രീ മോഡലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ എത്രമാത്രം ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഡിവൈസുകൾ നല്ല ഡിവൈസ് യൂസ് ചെയ്യുക. എന്തെങ്കിലും കംപ്ലൈൻറ്റുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട് ഇടയിൽ ഓഫായി പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അപ്ഡേഷൻസ് വരിക അങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ സൈഡിലുള്ള കാര്യമല്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഇഷ്യൂ ആയിട്ടത് മാറുമെന്നുള്ളതാണ്. മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്നുള്ളത് തന്നെ നമ്മൾ എന്ത് ചെയ്തത് പ്രിഫർ ചെയ്ത കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എക്സാം പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് വഴി ആക്സസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ചിലപ്പോൾ ഓൾറെഡി ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്തവരുണ്ടെങ്കിൽ അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു എക്സാം ലിങ്ക് ഉപയോഗിച്ചിട്ട് അതിൽ എൻ്റർ ചെയ്യാൻ എന്നുള്ളത്. ഫൗണ്ടേഷൻ കോഴ്സിലുള്ള അല്ലെങ്കിൽ എക്സാം വൈ ലേണിംഗിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ ലോഗിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ. നമ്മൾ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻസിന് നൽകിയതാണ് മെൻറ്റേഴ്സ് വഴി. എന്നാലും ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് പറയാനുള്ളത്. അപ്പം മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വേണ്ടാത്ത അല്ലെങ്കിൽ അവിടെ ഇവിടെ അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എക്സാമിനെ ബാധിക്കും. അപ്പോൾ എക്സാം കൃത്യമായിട്ട് ആ വിൻഡോ കീപ്പ് ചെയ്യുക. അതിൽ നിന്ന് മൗസ് ഉപയോഗിച്ചിട്ട് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും ക്ലിക്ക് ചെയ്യാനും കാര്യങ്ങളും പറ്റും. ഇനി മൊബൈൽ ഫോൺ ആണെങ്കിലും അതുപോലെ തന്നെ വേറെ വിൻഡോയിലോട്ടോ കാര്യങ്ങളിലോട്ടോ പോകരുത്. മറ്റു രീതിയിലുള്ള മാൽ പ്രാക്ടീസിലോട്ട് പോകരുത്. ലിമിറ്റഡ്
ടൈമേ ഉള്ളൂ, 50 minutes ഫോർ 40 questions ആണ്. അപ്പോൾ ആ ടൈമിൻ്റെ അകത്ത് നിങ്ങൾ വേറെ കാര്യങ്ങൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. സോ കംപ്ലീറ്റ്ലി ജെനുവിൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. പിന്നീട് ഇതിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു എക്സാം റിപ്പോർട്ടും കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ അതിൽ തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റിനും എത്ര ടൈം സ്പെൻഡ് ചെയ്തു, മറ്റു രീതിയിൽ കാര്യങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് കാണുന്ന ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ റിജക്റ്റ് ആകും, അവർ ഡിസ്ക്വാളിഫൈ ആകും എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമാണ്. കാരണം ഒരു കോമ്പറ്റീവ് എക്സാമിനേഷനാണ്, ഗിഫ്റ്റുകളുള്ളതാണ്, ക്യാഷ് പ്രൈസ് ഉള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ മാക്സിമം ജെനുവിനിറ്റിയിൽ തന്നെയാണ് അതിൻ്റെ എക്സാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രീ മോഡലും മോഡൽ എക്സാമിനേഷൻസും നന്നായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. സോ ഈ ഒരു മോഡൽ എക്സാമിനേഷൻസിലൂടെയൊക്കെ വീണ്ടും അതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളുമായിട്ട് ഫെമിലിയർ ആവുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഓഫ് ലക്ക്.